கல்யாணத்தண்டு பூமி பிரச்சனையில் சிபிஎம் பொதுமக்களிடையே தவறான பிரச்சாரத்தை நடத்தி வருவதாக ஏஐசிசி உறுப்பினர் இஎம் அகஸ்தி தெரிவித்துள்ளார். பிரச்சனையில் യുഡിഎഫ്ക്ക് എതിരാக എൽഡിഎഫ് നടത്തിയ പ്രചാരം ഉണ്മയ്ക്ക് പുറമ്പാണ് என்றுം അവർ தெரிவித்தார். ഈ സ്ഥലങ്ങൾ 1974 മുതൽ 43 കുടുംബങ്ങളാണ് പ്രസ്തുത സ്ഥലത്ത്. അതൊരു ബ്ലോക്ക് 60 19 സർവേ നമ്പറിൽപ്പെട്ട പ്രദേശത്ത് 43 കുടുംബങ്ങളാണ് സ്ഥിരതാമസമായിട്ടുള്ളത്. അവരധിവസിക്കുന്ന സ്ഥലം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ കൈവശാനുഭവമുണ്ട്. അവർ വീട് വെച്ചിട്ടുണ്ട്. ആ വീട്ട് നമ്പറുണ്ട്. അതുപോലെ വീടിനുള്ള വൈദ്യുതി കണക്ഷനുണ്ട്. അവർക്ക് പല വീടുകൾക്കും ശുദ്ധജലം കിട്ടുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ കണക്ഷൻ വഴി വെള്ളം കിട്ടുന്നുണ്ട്. ഈ 50 നമ്പർ ബ്ലോക്കിലാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ശുദ്ധജല വിതരണത്തിൻ്റെ ടാങ്ക്. ഇതിൽ പരാമർശപ്പെട്ട ജോബി സ്റ്റീഫൻ വിട്ടു നൽകിയ സ്ഥലത്താണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ശുദ്ധജല വിതരണ പദ്ധതിയുടെ വാട്ടർ ടാങ്ക് പ്രവർത്തിക്കുന്നത്. EMRT പദ്ധതിയിൽപ്പെട്ടുള്ള റോഡ് കടന്നു പോകുന്ന പ്രസ്തുത വസ്തുവിൽ കൂടിയാണ്. അങ്ങനെ ശ്രീ ജോബി സ്റ്റീഫൻ്റെയും അതുപോലെ തന്നെ ശ്രീ ജോസിൻ്റെയും ഭൂമിയുടെ കൈവശാവകാശത്തെ സംബന്ധിച്ച് യാതൊരു തർക്കവും നാളിതുവരെ ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അവരുടെ കൈവശത്തെ സംബന്ധിച്ച് ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിട്ടില്ല. ഈ ഭൂമി ദീർഘകാലം 1977 മുമ്പുള്ള ഭൂമിക്ക് സംരക്ഷണം നൽകും, എല്ലാ കുടിയേറ്റങ്ങൾക്കും സംരക്ഷണം നൽകുമെന്ന കേരള ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം 1993 ഭൂമി ചട്ടപ്രകാരം പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളതും ആ പട്ടയം റവന്യൂ വകുപ്പിൻ്റെ പരിശോധനയിൽ ഇരിക്കുകയുമാണ്. സ്വാഭാവികമായി പട്ടയ നടപടികൾക്കുണ്ടായ കാലതാമസം മൂലം കൈപ്പടി 43 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ഈ പട്ടയ അപേക്ഷ ഗവൺമെൻറ് പരിഗണനയിലിരിക്കുകയാണ്. പക്ഷേ പട്ടയ അപേക്ഷന്മേൽ അന്വേഷണം നടത്തേണ്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് പോകാതെയും കൈവശക്കാരനെ കേൾക്കാതെയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത ആളുകളുടെ ഭൂമി പുല്ലുമേടാണ് എന്ന് DTR രേഖപ്പെടുത്തുകയും അതുകൊണ്ട് അവർക്ക് പട്ടയം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് ഇപ്പോൾ റവന്യൂ അധികാരികൾ പറയുന്നത്.